നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കൊമേഴ്ഷ്യൽ ഡൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കി ചരിത്രം കുറിച്ച അതുല്യയാണ്. അതുല്യ, സ്വാഗതം. സോ മച്ച്. ഡൈവ് ചെയ്ത ഒരാൾക്കും അതിനൊരു റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ ഒരു എമൗണ്ട് പറയുകയാണെങ്കിൽ പോലും അത് വേർത്തായി എന്ന് തന്നെ നിങ്ങൾ എല്ലാവരും പറയും. എൻ്റെ ഒരു സ്വഭാവം ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഈ കാര്യം പ്രസൻറ്റ് ചെയ്തപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞൊരു വേർഡ് ഉണ്ട്, അടുത്ത പ്രാന്തം കൊണ്ട് എന്തോ വരുന്നുണ്ട് കേട്ടോ എന്നുള്ള രീതിയിലാണ് അമ്മ. കാരണം അറിയില്ല, ഞാൻ എന്താ പറയണമെന്ന് പോലും മനസ്സിലാവുന്നുണ്ടാവുന്നില്ല. ഒരു റെസ്ക്യൂ സിറ്റുവേഷൻ സമയത്ത് നമ്മളവിടെ ഡ്രസ്സ് മാറാനുള്ള സ്ഥലം നോക്കിയിട്ടില്ല, എന്താണോ ഉള്ളത് അത് എടുത്ത് മാറി നമ്മൾ ഡൈവിലേക്ക് പോവുക എന്നുള്ളതാണ്. കോവളത്ത് തന്നെയുള്ള ഈ പറയുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പലതും കടലിലേക്ക് ഇതായി. അപ്പോൾ നമ്മൾ ഡൈവ് ചെയ്യുന്ന സ്ഥലങ്ങളാണിത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എക്സൈറ്റഡ് ആയിട്ട് ഓരോന്നും കാണുമോ എന്താണെന്നുള്ള വിഗ്രഹങ്ങൾ കൂടുതൽ നമുക്ക് ഈ ഒരു ഏരിയാസിൽ കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് ഡെപ്തിലേക്ക് നമ്മൾ പോണ സമയത്ത് നമുക്ക് കൺട്രോൾ കിട്ടിയിട്ടില്ലെങ്കിൽ അണ്ടർവാട്ടർ പ്രഷർ എന്ന് പറയുന്നത് നമ്മളെ തന്നെ പൊട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു. അതൊക്കെ അവിടെ ഇങ്ങനെ റെസ്റ്റിംഗ് ഇരിക്കുകയല്ലേ, ആരും വരുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ആൾ രണ്ടാമത്തെ എക്യുപ്മെൻ്റ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ തിരിച്ചു വന്ന സമയത്ത് ആളുടെ തലയിൽ അത് കടിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് സൗത്ത് ആഫ്രിക്കയിലൊക്കെ വലിയ ന്യൂസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം അതാണ് സ്പോട്ട്, ഇവിടെ വെച്ചിട്ടാണ് മരണം സംഭവിച്ചതെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പേടി എന്നുള്ള രീതിയിലല്ല, എന്നാലും സംതിങ് എന്തോ ഒരു ഫീൽ ഉണ്ടാവില്ല, അതൊക്കെ കിട്ടും, അതൊക്കെ നന്നായി കിട്ടും. നമ്മളെപ്പോഴും പറയാറുണ്ട് ആകാശത്തോളം സ്വപ്നം കാണുക എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതുല്യ സ്വപ്നം കണ്ടത് കടലിൻ്റെ ആഴങ്ങളിലേക്കാണ്. അതും ഒരു കടൽ പോലും ഇല്ലാതെ പാലക്കാട് പട്ടാമ്പി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ നിന്ന്. എന്താണ് അങ്ങനെ ഒരു സ്വപ്നം കാണാനും ഈ ഒരു കരിയർ ചൂസ് ചെയ്യാനും കാരണം? വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു കരിയർ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. ഒരിക്കലും ഞാൻ നമ്മുടെ അടുത്ത് ചെറുപ്പത്തിലൊക്കെ ചോദിക്കും എന്താണ് അംബീഷൻ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്കൊരു ഡൈവിംഗ് മേഖലയിലേക്ക് പോകണം, ഒരു ഡൈവർ ആവണം, അല്ലെങ്കിൽ ഒരു സ്ക്യൂബ ഡൈവിംഗ് ആവണം, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഡൈവർ ആവണം. ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ എനിക്ക് പോലീസിൽ എങ്ങനെയെങ്കിലും ജോലി നേടണം, അങ്ങനെയുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ ടീച്ചർ പറഞ്ഞ ഒരു വേർഡിൽ നിന്നാണ് എൻ്റെ ലൈഫ് ടേണിങ് സംഭവിക്കുന്നത്. ഇതുപോലെ കുറേ കോഴ്സുകളുണ്ട്, സ്ത്രീകൾ കടന്നു ചെല്ലാത്ത മേഖലകളാണ്, ഉണ്ടെങ്കിൽ തന്നെ അത് ഫോറിനേഴ്സാണ് നമുക്ക് കൂടുതൽ കാണാൻ പറ്റുക എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഇങ്ങനെ ക്ലാസ്സിൽ ചർച്ചയായി വന്നപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഈ ഒരു മേഖലയിലേക്ക് പോയിക്കൂടാ എന്നുള്ള ചെറിയൊരു ചിന്തയാണ് സത്യത്തിൽ ഈ ഒരു കരിയർ എന്നെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത്. അപ്പം അന്നാണ് ടീച്ചർ ഇങ്ങനെ പറഞ്ഞത്, ഫോർ എക്സാമ്പിൾ സ്കൂബ ഡൈവിംഗ് ഉണ്ട്, സ്കൈ ഡൈവിംഗ് ഉണ്ട്, കൊമേഴ്ഷ്യൽ എന്നൊന്നും പറഞ്ഞില്ല, സ്കൈ ഡൈവിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സ്വിമ്മിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ എനർജി നമ്മൾ കണക്ട് ചെയ്തതായിരിക്കാം മേ ബി. പിന്നീടാണ് ഞാനൊരു കോഴ്സിനെ പറ്റി അന്വേഷിക്കുന്നതും ഇങ്ങനൊരു കരിയർ ഉണ്ട് അതെനിക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ഡീപ്പായിട്ട് കുറിച്ച് അന്വേഷിക്കുന്നതും പിന്നീട് ആ ഒരു കോഴ്സിലേക്ക് വന്നു. അതാണ് ബേസ് ആയിട്ടുള്ളത്. വളരെ എന്താ പറയുക, അദ്ദേഹം പറഞ്ഞു വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ ലൈഫിലേക്ക് കയറി വന്നൊരു മേഖലയാണ്. ഈ സ്കൂബ ഡൈവിങ്ങും നമ്മുടെ ഈ കൊമേഴ്ഷ്യൽ ഡൈവിംഗ് അത് തമ്മിൽ എന്താണ് വ്യത്യാസം? സ്കൂബ ഡൈവിംഗ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ അതൊരു റിക്രിയേഷണൽ ഏരിയയാണ്, അതായത് ടൂറിസം അല്ലെങ്കിൽ വിനോദമൊക്കെയാണ് അവിടെ മെയിനായിട്ടുള്ളത്. കൊമേഴ്ഷ്യൽ ഡൈവിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻഡസ്ട്രിയൽ വർക്ക്സുകളാണ് കൂടുതലായിട്ട് വരുന്നത്. അതാണ് മെയിനായിട്ട് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളെല്ലാവരും കടലിൻ്റെ ആഴങ്ങൾ കാണണം എന്നൊക്കെ ആഗ്രഹിച്ചു വരുമായിരിക്കും. സോ നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത ഡൈവിങ്ങിനെ പറ്റിയിട്ട് ഈവൻ സ്വിമ്മിങ് പോലും അറിയാത്ത ആളുകളായിരിക്കും. സോ ആ സമയത്ത് നമ്മൾ, അതായത് സ്കൂബയിലുള്ള ഇൻസ്ട്രക്ടേഴ്സാണ് നമ്മളതിനെ എന്ത് ചെയ്യുന്നത്, കടലിൻ്റെ അടിയിലേക്ക് നിങ്ങളെപ്പോലുള്ളവരൊക്കെ കൊണ്ടുപോയി കാണിക്കുന്നത്. സോ അതൊരു റിക്രിയേഷണൽ ഏരിയയാണ് സംഭവത്തിൽ. പക്ഷേ കൊമേഴ്ഷ്യൽ ഡൈവിങ്ങിലേക്ക് വരുന്ന സമയത്ത് അത് ആക്ച്വലി കടലിൻ്റെ അടിയിൽ ഒരുപാട് തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ വർക്ക്സുകളുണ്ട്. അതെല്ലാം ചെയ്യാനുള്ള ലൈസൻസാണ് നമ്മൾ ചെയ്യുന്നത്. കൊമേഴ്ഷ്യൽ എന്ന് പറയുന്നത് ഒരു സ്കിൽ വർക്കും കൂടിയാണ്. അതാണ് മെയിനായിട്ട് അത് തമ്മിലൊരു. എന്തൊക്കെ വർക്കുകളാണ് ഈ കൊമേഴ്ഷ്യൽ ഡൈവിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നത്? അത് ഇന്ന വർക്കുകളെന്നൊന്നും പറയാൻ പറ്റില്ല, അനന്തരമായിട്ടുള്ള വർക്കുകളുണ്ട്. പക്ഷേ വളരെ സിമ്പിളായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതുപോലെ തന്നെ. ഞാൻ ഇവിടെ ഉള്ളവർക്ക് ഈ ജോബിനെ പറ്റിയിട്ട് തന്നെ അറിയില്ല. സോ ഞാൻ എപ്പോഴും സിമ്പിളായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ, അപ്പോൾ ഈ അണ്ടർവാട്ടർ വെൽഡിങ് പോലുള്ള സംഭവം അതൊക്കെ വരുന്നത് ഈ കൊമേഴ്ഷ്യൽ ഡൈവിങ്ങിലേക്ക് വരുന്നതാണ്. അണ്ടർവാട്ടർ വെൽഡിങ്, അതുപോലെ തന്നെ പൈപ്പ് ലൈനിങ്ങിൻ്റെ അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ വർക്കുകൾ, ഷിപ്പൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിലിങ്ങനെ ഹൾ ഉണ്ടായിരിക്കും, അതായത് നമ്മുടെ ചിപ്പികൾ പോലുള്ളതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഹൾ ക്ലീനിങ് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഇൻസ്പെക്ഷൻ, അങ്ങനെ
വളരെ ഡീപ്പായിട്ടുള്ള ഒരുപാട് ജോബുകൾ അണ്ടർ വാട്ടറിലുണ്ട്. ഇതെല്ലാം ചെയ്യുന്ന വർക്ക്, ഇതെല്ലാമാണ് ഈ പറയുന്ന കൊമേഴ്ഷ്യൽ വർക്കിലുള്ളവർ ചെയ്യുന്നത്. ഈ സ്കൂബ ഡൈവിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ എങ്ങനെയാണ് അതിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുക? ടൂറിസത്തിനൊക്കെ ഒരുപാട് ആൾക്കാർ അങ്ങനെ വരുന്നുണ്ട്. എങ്ങനെയാണ് അവരെ കൊണ്ടുപോകുക? കാരണം ഈ നീന്തൽ അറിയാത്ത ആൾക്കാരും വരുന്നുണ്ട്. അതോ സ്വിമ്മിങ് അറിയണമെന്നില്ല. നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഇപ്പോൾ വരുന്ന ഗസ്റ്റിൻ്റെ മെഡിക്കൽ കണ്ടീഷൻസ് നോക്കും. നമുക്ക് ചില അസുഖങ്ങളുണ്ട്, ആ ഒരു മെഡിക്കൽ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ആദ്യം നമ്മൾ ചെയ്യുന്നൊരു കാര്യം. സ്വിമ്മിങ് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനായിട്ടുള്ള ഒരു ബ്രീഫിംഗ് സെഷനൊക്കെ ഉണ്ടായിരിക്കും. അതെല്ലാം നിങ്ങൾക്ക് തന്നതിന് ശേഷം കൺഫൈൻഡ് ഉണ്ടായിരിക്കും. അതായത് വെള്ളത്തിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് അവരുടെ ബ്രീത്തിങ് കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം അവർ ഓക്കെ ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു 12 മീറ്റർ ഈ ഗസ്റ്റിനെ കൊണ്ട് പോയിട്ട് കാഴ്ചകളെല്ലാം കാണിച്ചു കൊടുക്കുന്നത്. ഇത്രേ വേണ്ടുള്ളൂ അതിന് മേലെ. അപ്പോൾ ഈ സ്കൂബ ഡൈവിങ്ങിനാണെങ്കിൽ 12 മീറ്റർ, കൊമേഴ്ഷ്യലിലേക്ക് വരുമ്പോഴത്തേക്കും കൊമേഴ്ഷ്യൽ ഇത് ഞാൻ പറഞ്ഞത് ഗസ്റ്റായി വരുന്ന ആളുകളുടെ കാര്യമാണ്. ഇപ്പോൾ സ്കൂബ ഡൈവിംഗ് പ്രൊഫഷണൽ ആക്കിയെടുത്ത ഒരാളുടെ ഡെപ്ത് പോകാനുള്ളതെന്ന് പറയുന്നത് 40 മീറ്ററാണ്, 40 മീറ്റേഴ്സാണ് നമ്മൾ പോകുന്നത്. ഇത് ഞങ്ങളെപ്പോലെ പ്രൊഫഷണൽ ആക്കിയെടുത്തവർ. കൊമേഴ്ഷ്യലിലേക്ക് മാറുന്ന സമയത്ത് അത് 50 മീറ്ററിൻ്റെ അടുത്തേക്ക് ആണ് നമ്മൾ പോകുന്നത്. ഇനി ഇതിന് മേലെയുള്ള കോഴ്സുകളുണ്ട്, സാച്ചുറേഷൻ പോലുള്ള കോഴ്സുകളുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ 600-700 മുകളിലേക്ക് പോകുന്ന ഡെപ്തിലേക്ക് പോകുന്ന കോഴ്സുകളും ഉണ്ട്. ഇതിലിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോഴ്സിനെ കുറിച്ച് തന്നെ ആർക്കും അങ്ങനെ വലിയ ധാരണ ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് ഈ കോഴ്സ്, എങ്ങനെയാണ് ഈ കോഴ്സ് തിരഞ്ഞെടുക്കുക, എവിടെയാണ് ഇത് പഠിക്കേണ്ടത്, എവിടെയാണ് പഠിപ്പിക്കുന്നത്? പറഞ്ഞ കുറച്ച് മെഡിക്കൽ കണ്ടീഷൻ ഓക്കെ ആയിട്ടുള്ള എല്ലാവർക്കും നമുക്ക് ഇതിനൊരു ഏജ് ലിമിറ്റ് ഇല്ല. സോ ആർക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കോഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. വെള്ളത്തിനോടൊരു പാഷൻ വേണം. ആരും ഫോഴ്സ്ഫുള്ളി ആയിട്ടൊന്നും ഈ ഒരു ജോബിലേക്ക് വരുത്തും. വെള്ളത്തിനോട് ഇഷ്ടമുള്ള ആർക്കും, അല്ലെങ്കിൽ സ്വിമ്മിങ് ക്രേസ് ആയിട്ടുള്ള ആർക്കും തന്നെ വരാൻ പറ്റുന്ന ഒരു ജോബാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഒരു ധൈര്യം, അതായത് ഇത് ചെയ്യാനുള്ള കുറച്ചും കൂടി ഉള്ള ഒരു ധൈര്യം നമുക്ക് വേണം എന്നുള്ളതാണ്. സോ 18 വയസ്സ് കഴിഞ്ഞിട്ട് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഈ ഒരു ജോബ് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സ്വിമ്മിംഗ് ആണ് മെയിനായിട്ട് നമ്മൾ ചോദിക്കുന്നത്. ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ് പലപ്പോഴും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതും. സ്കൂബയാണെങ്കിൽ നമ്മൾ പാഡിയുടെ ചെയ്യുന്നുണ്ട്, SSI പോലുള്ള കോഴ്സുകളുണ്ട്. കൊമേഴ്ഷ്യൽ ആണെങ്കിൽ ഇംക പോലുള്ള കോഴ്സുകൾ എല്ലാം നമുക്ക് ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റുകളാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. വേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, 18 വയസ്സും പിന്നെ മെഡിക്കൽ കണ്ടീഷൻ ഓക്കെ ആയിരിക്കണം, സ്വിമ്മിങ് അറിഞ്ഞിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ സ്കില്ലൊക്കെ ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ ഒരു എന്താ പറയുക, കറേജ് എന്ന് അങ്ങനെ തന്നെ പറയാം. ആ ഒരു സംഭവമുള്ള ആർക്കും തന്നെ സ്കൂബ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഒരു പ്രൊഫഷനാക്കി എടുക്കാം. എങ്ങനെയാണ് ഈ സ്കൂബയിൽ നിന്ന് ഈ കൊമേഴ്ഷ്യൽ ഡൈവിംഗ് ലൈസൻസിലേക്ക് എത്തിയത്? അതെങ്ങനെയാണ് അതിൻ്റെ തുടക്കം? ഇല്ല, നമുക്ക് സ്കൂബ പഠിച്ചതിന് ശേഷമാണ് കൊമേഴ്ഷ്യൽ പഠിക്കുക, അങ്ങനെയൊന്നുമില്ല. ഞാൻ ആദ്യം സ്കൂബയാണ് പഠിച്ചതെന്നേ ഉള്ളൂ. അതിന് ശേഷമാണ് ഞാൻ കൊമേഴ്ഷ്യലിലേക്ക് പോകുന്നത്. അപ്പോൾ അതില്ലാതെ പോകുന്ന ആളുകളും ഉണ്ട്, ഡയറക്റ്റ് കൊമേഴ്ഷ്യൽ ഡൈവിംഗ് എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. അതെങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? എന്നെ സംബന്ധിച്ചോളം ഞാൻ സ്കൂബയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ കൊച്ചിയിൽ അക്വലിയയിലാണ് ഞാനൊരു 3.5 years ഞാൻ അവിടെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഇതുപോലെ സൗത്ത് ആഫ്രിക്കയിലുള്ളപ്പോൾ ഞാൻ പഠിച്ച ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആളുകൾ ഇവിടെ വന്നിട്ട് കേരളത്തിൽ വന്ന് വിസിറ്റ് ചെയ്ത് നമ്മുടെ ഡൈസെൻറ്റും ജസ്റ്റ് വിസിറ്റ് ചെയ്തു. അങ്ങനെ എന്നെ കണ്ടു, നമ്മുടെ അടുത്ത് സംസാരിച്ചു. പക്ഷെ അപ്പോഴൊന്നും അവർ ഇതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഒരു പോയിന്റിൽ അവരെനിക്കിങ്ങനെ മെസ്സേജ് ചെയ്യാണ്, നമ്മൾ ഇതുപോലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അതുല്യനെ ഇൻവൈറ്റ് ചെയ്യാണ്, പ്ലസ് ഇന്ത്യയിലെ ആദ്യത്തെ വനിത എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ അതുല്യനെയാണ് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഭയങ്കര പേടി എന്നുള്ള രീതിയിലല്ല, എക്സൈറ്റഡ് ആയിരുന്നു. ഇത് ഫേക്ക് ആണോ എന്ന് വരെ ഞാൻ ചിന്തിച്ച് പോയിട്ടുണ്ട്. പിന്നെ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്ത് അവർ നമ്പറൊക്കെ തന്ന് വീഡിയോ കോളിൽ നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ഫർദറായിട്ട് കാര്യങ്ങൾ ചെയ്തത്. ഇതിന് ഒരുപാട് ചിലവ് വരും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ചിലവും കാര്യങ്ങളും? ഇല്ല, എന്നെ കംപ്ലീറ്റ്ലി സ്പോൺസർ ചെയ്തിട്ടാണ് ആ കമ്പനി കൊണ്ടുപോയിട്ടുള്ളത്. ഏകദേശം നമ്മുടെ എല്ലാ എക്സ്പെൻസും കൂടിയിട്ട് ഒരു 12 lakhs അടുത്ത് നമുക്ക് എമൗണ്ട് വരും. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, അവർ തന്നെയാണ് എൻ്റെ എല്ലാം സ്പോൺസർ ചെയ്തിട്ടാണ് അവരെന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. വലിയ അവസരമായിരുന്നു. അതെ അല്ല, നമ്മളത് ചെയ്യും, പക്ഷെ ഇപ്പോഴല്ല, കുറച്ചും കൂടി സമയം എടുക്കും. കാരണം ഇത്ര എമൗണ്ട് എന്നുള്ള രീതിയിൽ അത് ഞാൻ തന്നെ അത് സേവ് ചെയ്തിട്ട് കൊണ്ടുവരണ്ടേ. സോ അതിന് ഇച്ചിരി ടൈം എടുക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ ദൈവം അനുഗ്രഹിച്ചിട്ട് അതിന് മുമ്പ് തന്നെ അവരിങ്ങനെ ഒരു ഓഫർ തന്നപ്പോൾ ഞാൻ ആളുകളോട് സംസാരിച്ചു, ഞാൻ അതങ്ങനെ ഓഫർ എടുക്കണോ എന്താണ്. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞൊരു കാര്യം, അതുല്യക്ക് കിട്ടിയ ഒരു ഓഫറാണ്, സോ അതെന്തായാലും യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു. സോ എല്ലാവരുടെയും അഡ്വൈസിൻ്റെ പ്രകാരം ഞാൻ ഒരുപാട് പേരെ ഇങ്ങനെ ഒരു ഓഫർ കിട്ടിയപ്പോൾ എല്ലാവരുടെ അടുത്തും ഞാൻ അഡ്വൈസ് ചോദിക്കും, എന്താണ് റൈറ്റ് എന്താണ് റോങ് എന്നുള്ളത് ഞാൻ നന്നായി സംസാരിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം എടുത്തൊരു തീരുമാനം തന്നെയാണ്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഈ കൂടുതലും പറഞ്ഞതുപോലെ തന്നെ ഈ മെയിലായിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ കൂടുതലും ചൂസ് ചെയ്യുന്നത്. അപ്പം വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു ഇത് ആദ്യമായിട്ട് പറഞ്ഞപ്പോൾ? അവർ സപ്പോർട്ടായിരുന്നോ? ഞാൻ ആദ്യം വീട്ടിൽ പ്രസൻറ്റ് ചെയ്യുന്നത് സ്കൂബ ഡൈവിങ്ങിൻ്റെ ക്ലാസ്സിനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ ആദ്യം എൻ്റെ ഒരു സ്വഭാവം ഇതൊക്കെ വെച്ചിട്ട് ഞാൻ
ഈ കാര്യം പ്രസൻറ്റ് ചെയ്തപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞൊരു വേർഡ് ഉണ്ട്, അടുത്ത പ്രാന്ത് കൊണ്ട് എന്തോ വരുന്നുണ്ട് കേട്ടോ എന്നുള്ള രീതിയിലാണ് അമ്മ. കാരണം അറിയില്ല ഞാൻ എന്താ പറയണമെന്ന് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ അവരുടെ അടുത്ത് ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അവർ ചോദിച്ചു എന്താണ് ഇതിന് സാധ്യതകൾ അല്ലെങ്കിൽ എന്താണ് പഠിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കൊന്നും അറിയില്ല പറഞ്ഞു കൊടുത്തു. എഗെയിൻ ഞാൻ ഗൂഗിൾ ചെയ്തിട്ട് ഇതിനെപ്പറ്റി സെർച്ച് ചെയ്തതിന് ശേഷമൊക്കെ തന്നെയാണ് പിന്നെ ഞാനിവിടെ പഠിക്കാൻ വന്ന ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ GM-നൊക്കെ വിളിച്ച് അവരുടെ അടുത്തൊക്കെ അച്ഛൻ ഡീറ്റെയിൽ ആയി സംസാരിച്ച് അവരും അവരുടെ അടുത്തൊക്കെ സംസാരിച്ച് ഓക്കെ അവർക്ക് എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലായാൽ മതി. എന്നെ വിടാതിരിക്കത്തൊന്നുമില്ല, പക്ഷേ എന്താണ് ഈ ഡൈവിങ്ങിനെ പറ്റി അവൾ പറയണത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് അവർക്ക് കിട്ടിയാൽ മതി. സോ എല്ലാവരും അത് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ ഓക്കെയാണ്, പൊയ്ക്കോളൂ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ പൊയ്ക്കോളൂ എന്ന് തന്നെ പറഞ്ഞത്. സോ അവിടുന്ന് മുതൽ ഇതുവരെ അവരുടെ ഒരു സപ്പോർട്ട് എനിക്ക് എന്നുണ്ട്. എൻ്റെ വീട്ടിൽ അച്ഛനമ്മ, എനിക്കൊരു ചേച്ചിയുണ്ട്, അനിയൻ, ഞാൻ നടുത്ത കുട്ടിയാണ്. ഞങ്ങൾ 5 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നൊരു ടീം തന്നെയാണ്. സോ അവർ നല്ല അന്നും എനിക്ക് ആ ഒരു സപ്പോർട്ടിനൊന്നും കുറവൊന്നുമില്ല. അതിലിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ ആദ്യം പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, ഇതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ്, അത് തന്നെയാണ് സാധാരണ ഒരാൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം. അപ്പോൾ അത് സാധാരണ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. എന്താണ് ഇതിൻ്റെ സാധ്യതകൾ, എങ്ങനെയാണ് നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു ഏർണിംഗ് ഒക്കെ എങ്ങനെയാണ്? ഇത് നമുക്കൊരു പ്രൊഫഷനാക്കി എടുക്കാൻ പറ്റാവുന്നത് തന്നെയുള്ളൂ. എന്താ പറയുക, ഈ പറയുന്നത് പോലെ തന്നെ വലിയ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും അങ്ങനെ പഠിക്കാൻ മിടുക്കരോ അല്ലെങ്കിൽ എല്ലാവരും മിടുക്കർ തന്നെയാണ്, പക്ഷേ സാഹചര്യങ്ങളാണ് പലപ്പോഴും നമുക്ക് എല്ലാവരെയും പോലെ ആവാൻ പറ്റാതിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ ഫെയിലായി പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും നന്നായിട്ട് ഒരു കരിയർ ചൂസ് ചെയ്യണമെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ ഡൈവിംഗ് മേഖല. സ്കൈ ഡൈവിങ്ങോ സ്കൂബ ഡൈവിങ്ങോ വാട്ടെവർ. അപ്പോൾ ഇതൊരു പ്രൊഫഷനാക്കി എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വിത്തൗട്ട് IELTS നമുക്ക് വേൾഡ് വൈഡ് എവിടെയും പോയിട്ട് ജോബ് ചെയ്യാനുള്ള പെർമിഷനും കൂടിയാണ് നമ്മുടെ ഈ ഒരു സർട്ടിഫിക്കേഷനിൽ കൂടി കിട്ടുന്നത്. നമുക്ക് ആ ഒരു കഴിവുണ്ട്, നമുക്ക് വേൾഡ് വൈഡ് എവിടെ പോയിട്ടും വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഗുഡ് സാലറി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു അഡ്വഞ്ചറസ് ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് നമുക്ക് എന്ത് സംഭവിക്കും, കൂടുതലായിട്ട് സാലറി നമുക്കിതിൽ പ്രതീക്ഷിക്കാവുന്നതേ തന്നെയുള്ളൂ. ഞാനൊരു ലേഡി ആയതുകൊണ്ട് തന്നെ നമുക്കുള്ളൊരു മെറിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഡൈവ് സെൻറ്റേഴ്സിലും ഒരു ലേഡി ഉള്ളത് ഇപ്പോൾ കുറച്ചും കൂടി ബെറ്ററാണ്. വരുന്ന ഗസ്റ്റ് ചിലപ്പോൾ ഡിമാൻഡ് ചെയ്യുമായിരിക്കും, ഇങ്ങനെ ഗസ്റ്റ് ലേഡി ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ടോ എന്നുള്ളത് ചോദിക്കുന്ന സമയത്ത് കുറച്ചും കൂടി നമുക്ക് ജോബ് കിട്ടാനുള്ള കുറച്ചും കൂടി ഈസിയാണ്. നമ്മളെ ആളുകൾക്ക് ആവശ്യമുണ്ട്. ഇതൊരു പുരുഷ മേഖല ആയതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ അങ്ങനെ കടന്നു വരുമ്പോൾ കുറച്ചും കൂടി അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നത്. ആ ഒരു ഇതൊക്കെ നമുക്ക് ബെനിഫിറ്റ് എല്ലാം നമുക്കും കിട്ടാറുണ്ട്. ബോയ്സിനും അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമ്മുടെ സ്കില്ലിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഏത് ഡൈവ് സെൻറ്റേഴ്സും നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളതാണ്. അത്ര തന്നെയുള്ളൂ. ആഴക്കടലിലെ കാഴ്ചകൾ അതിപ്പോൾ നമുക്ക് കേട്ടറിഞ്ഞ് അങ്ങനത്തെ ഒരു മായാലോകമാണ്, അത് കണ്ടറിഞ്ഞ ആളാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളെ കുറിച്ച് എന്താണ് പറയുന്നത്? ഒരിക്കലും എനിക്ക് പറഞ്ഞതുപോലെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് ആ കാഴ്ച എന്ന് പറയുന്നത് ഒരു ഡയറിയിൽ എനിക്ക് അതൊരു വിവരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം പറയുന്നു അതൊന്നും എനിക്കറിയില്ല. ആ ഒരു കാഴ്ച എത്രത്തോളം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ലൈഫിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഡൈവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഡൈവ് എന്തായാലും അതായത് ഈ കരയിലുള്ള കാഴ്ചകൾ പോലെ തന്നെയാണ് കടലിൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട്. സോ എല്ലാവരും ജീവിതത്തിൽ ഒരിക്കൽ ഡൈവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് എനിക്കറിയത്തില്ല എത്രത്തോളം എഫക്റ്റ് ആവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നത് കടലെന്ന് പറയുന്നത് നമ്മൾ ആ ഒരു നമ്മൾ തല താഴത്തേക്ക് താഴ്ത്തും തോറും ഈ നമ്മുടെ കളർ ബോക്സ് ഉണ്ടല്ലോ അത് ഓപ്പൺ ചെയ്ത പോലെയാണ്. അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിലുള്ള ഫിഷുകൾ, കോറൽസ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഓൾ അക്വാട്ടിക് ലൈഫാണെങ്കിലും വളരെ കളർഫുള്ളാണ് എല്ലാം. അപ്പോൾ ഒരു നിറത്തിലുള്ളത് മാത്രമല്ല, ഇവിടെ പോലെ തന്നെ ഒരു കളർ ബോക്സ് ഓപ്പൺ ചെയ്താൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമുക്ക് എപ്പോഴും നമുക്ക് കളർ ബോക്സ് ഒക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എത്ര ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും ഒരു കുട്ടിത്തം നമ്മുടേക്ക് വരില്ലേ. അപ്പോൾ കടലിലിറങ്ങണം നമ്മളെല്ലാവരും മാതിരി എന്താ പറയുക ഒരു കുഞ്ഞുങ്ങളെ പോലെ പലപ്പോഴും നമ്മളടക്കം നോക്കി നിന്ന് പോകും. ഗസ്റ്റ് പോകുന്ന സമയത്താണെങ്കിൽ പോലും ആ ഗസ്റ്റിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, കണ്ട കാഴ്ചകളിലുപരി നമുക്ക് ഓരോ ദിവസം പുതിയ പുതിയ കാഴ്ചകളാണ് തരിക. സോ നമ്മളടക്കം നോക്കി നിന്ന് പോകും കടലിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. എനിക്ക് ഇവിടുത്തെ കടലിലാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയിലാണെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ലൊരു രസം എന്ന് വെച്ചാൽ നമ്മൾ ഡൈവ് ചെയ്യുന്നതോട് കൂടെ തന്നെ കടലിൻ്റെ ഒരു ഭംഗി കൂടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവിടെ എന്ന് പറയുന്നത് സീ ഏർച്ചിനൊക്കെ ഉണ്ട് നമ്മൾ കടലിലുള്ള തന്നെ. ഈ സീ ഏർച്ചിനൊക്കെ നമ്മുടെ മജന്ത കളറിലാണ് കൂടുതൽ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഏക്കർ കണക്കിന് ഒരു മജന്ത കളർ ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല, അതൊന്നും എനിക്ക് അതേ പറഞ്ഞു എനിക്ക് പറയാനോ വരച്ചെടുക്കാനോ ഒന്നും തന്നെ പറ്റില്ല. അത്രയും ഭംഗിയാണ്. ആ കണ്ട കാഴ്ചകളെല്ലാം എൻ്റെ കണ്ണിൽ ഇങ്ങനെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എത്രത്തോളം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഓരോരുത്തരും ഡൈവ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലെങ്കിലും അത് മസ്റ്റായിട്ടും ഡൈവ് ചെയ്ത ഒരാൾക്കും അതിനൊരു റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ ഒരു എമൗണ്ട് പറയുകയാണെങ്കിൽ പോലും അത് വേർത്തായി എന്ന് തന്നെ നിങ്ങളെല്ലാവരും പറയത്തുള്ളൂ. സോ അതാണ് കടലെന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റേതായിട്ടുള്ള ഡേഞ്ചർ ആയിട്ടുള്ള വശങ്ങളും ഉണ്ട്. അതെല്ലാം നമ്മൾ പറയുന്ന ആ കാര്യങ്ങൾ അതുപോലെ തന്നെ റൂൾസ് നമ്മളത് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോ ഇഷ്യൂസ്.
ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കടലിനടിയിലെ കാഴ്ചകളെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ മറക്കാനാവാത്തൊരു കാഴ്ച അനുഭവം ചോദിച്ചാൽ ഏതായിരിക്കും? മറക്കാൻ എൻ്റെ ബിഗിനിങ് സ്റ്റേജ് എനിക്കെല്ലാം ഓർമ്മയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഞാനങ്ങനെ അദ്ദേഹം പറഞ്ഞ ആ കാഴ്ചകൾ ഒരിക്കലും ഒരു ഡൈവറിനെ നമ്മളങ്ങനെ മറക്കൊന്നുമില്ല. പക്ഷേ എൻ്റെ ബിഗിനിങ് സ്റ്റേജിലായിരിക്കും കുറച്ചും കൂടി എനിക്ക് ഈ കാഴ്ചകൾ കുറച്ചും കൂടി എക്സൈറ്റഡ് ആയിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓൾറെഡി നമുക്കറിയാം പാലക്കാടാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ പറയുന്ന ഫിഷൊക്കെ വരുന്നെങ്കിലും കുറച്ച് ടൈമൊക്കെ എടുത്ത് വലിയ വലിയ ഫിഷുകളൊന്നും ഒന്നാമത് എൻ്റെ ഒരു ഗ്രാമപ്രദേശമാണ്. അവിടേക്ക് അത്ര വലിയ ഫിഷുകളൊന്നും അധികം വന്നിട്ടുണ്ടായിരുന്നില്ല എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോഴൊക്കെ. ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ളത് നമ്മൾ കഴിക്കുന്ന മത്തിയും അയിലയൊക്കെ തന്നെയാണ്. സോ ഒരിക്കൽ ഡൈവ് ചെയ്ത സമയത്ത് ഇതുപോലെ ഈ ഫിഷല്ല ഈ മത്തിയുടെ ഒരു ചാകര തന്നെ നമ്മുടെ അടുത്തേക്ക് വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഇങ്ങനെ വണ്ടർ അടിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് അങ്ങനെയൊക്കെ. അപ്പോൾ ആ സമയത്ത് ഞാൻ പറയുന്ന പോലെ എൻ്റെ അമ്മേനൊക്കെ ഞാൻ ഓർത്ത് പോയി. അയ്യോ അമ്മ പറയുന്ന അല്ലെങ്കിൽ അമ്മ അടിപൊളിയായിട്ട് വെച്ചിരുന്ന ആ ഒരു മത്തിയുടെ കൂടെയല്ലേ ഞാൻ ഇങ്ങനെ ഡൈവ് ചെയ്യുന്നത്. ആ ഒരു ഫിഷിനെ പോലെ ആയി മാറുകയാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ആ ഒരു മൊമെൻ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഒക്ടോപ്പസൊക്കെ ഇങ്ങനെ കളർ ചേഞ്ച് ആയി പോകുന്നത് കാണുമ്പോഴൊക്കെ അതെനിക്ക് നമ്മളിവിടെ ഓന്തിനൊക്കെയല്ല അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അടിയിൽ ആ കാര്യങ്ങളൊക്കെ കാണുന്നു. പിന്നെ എല്ലാം വെത്തളുണ്ട് ഇതെല്ലാം ഒരു സ്കൂൾ ഓഫ് ഫിഷിങ്ങിന് വരുന്ന സമയത്തുള്ള ഒരു ഭംഗി എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. നമ്മളിവിടെ കാണുന്നത് പോലെ ഇത് സൺലൈറ്റിൽ ഇത് കുറച്ചും കൂടി നന്നായിട്ട് തിളങ്ങും, നന്നായി ഷൈനിങ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് കാണാൻ ഭയങ്കര രസം. എത്ര കണ്ടാലും നമുക്ക് മതിയല്ല. പിന്നെ ഒരു ടൈം ലിമിറ്റ് ഉള്ളത് കാരണം കൊണ്ടാണ് എല്ലാവരും കയറി വരുന്നത്. അല്ലെങ്കിൽ മാക്സിമം നമ്മളെല്ലാവരും അണ്ടർ വാട്ടറിൽ എത്രത്തോളം ഇരിക്കാൻ പറ്റുമോ അത്രത്തോളം ഇരിക്കുന്നതാണ് സമാധാനം എന്ന് പറയുന്നത്. അപകടങ്ങൾ നിറഞ്ഞ ഒരുപാട്, അതായത് ഈ ജീവികളായിരുന്നാൽ തന്നെ ഒക്കെ ഒരുപാട് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? എല്ലാം കാണാം. നമുക്ക് ഈ പറയുന്ന മറ്റേ സ്റ്റോൺ ഫിഷൊക്കെ ഉണ്ട്. സ്റ്റോൺ ഫിഷൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. അതുപോലെ തന്നെ സീ സ്നേക്കൊക്കെ അതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തിരണ്ടിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ അത് അവരുടെ ലോകമാണ്. ഇത് എപ്പോഴാണ് ഭീകരരായി മാറുകയെന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം ഡിസ്റ്റർബ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് അവർ നമ്മളെ അറ്റാക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ലൈക്ക് അവർ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം. പക്ഷേ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. ഈലൊക്കെ ഇങ്ങനെ ഇരിക്കണം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മൾ ഈ ചില സമയത്ത് അശ്രദ്ധ മൂലം നമ്മൾ ടേൺ ചെയ്യണം, എല്ലാം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ ടേൺ ചെയ്യുന്ന സമയത്ത് ഇതിന് കണ്ടിട്ടില്ലെങ്കിൽ അത് ബൈറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ ക്യാമറയും കൊണ്ട് പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ പോകുന്ന സമയത്തൊക്കെ ഡിസ്റ്റർബിംഗ് ആയി തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അതിൻ്റെ അറ്റാക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും ലേസിയസ്റ്റ് ജോബ് എന്ന് പറയുന്ന ഒരു ഡൈവറായിരിക്കും. ഡൈവർ ചെയ്യുന്നൊരു ജോലി അത്രയും പതുക്കെയാണ് നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലൂടെ പോകുന്നത്. അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത രീതിയിൽ. പക്ഷേ അങ്ങനെയാണ് അതിൻ്റെ ഒരു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്തൊക്കെ നിയമങ്ങളാണ് നമ്മൾ ഈ വെള്ളത്തിനടിയിൽ പോകുമ്പോൾ ഒരു ഡൈവർ പാലിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആദ്യത്തെ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ട ആദ്യത്തെ ഒരു കാര്യം, നമ്മുടെ ഗോൾഡൻ റൂൾ തന്നെ പറയുന്നത് നെവർ എവർ ഹോൾഡ് യുവർ ബ്രീത്ത് ഇൻ അണ്ടർ വാട്ടർ എന്നുള്ളത്. ഒരിക്കലും നമ്മൾ അണ്ടർ വാട്ടറിൽ ബ്രീത്ത് ഹോൾഡ് ചെയ്യാതിരിക്കുക. പിന്നെ ഡോണ്ട് ടച്ച് എനിത്തിങ് ഇൻ അണ്ടർ വാട്ടർ എന്നുള്ളത്. അണ്ടർ വാട്ടറിലുള്ള ഒരു സംഭവത്തെയും നമ്മൾ എന്ത് ചെയ്യുക, ടച്ച് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെടുത്ത് കൊണ്ടുവന്ന് മറച്ചു വെക്കാനോ ഒന്നും തന്നെ പാടില്ല. ഒരുപാട് വിലപിടിപ്പുള്ള വസ്തുക്കൾ വെള്ളത്തിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ അതൊന്നും യാതൊരു തരത്തിലും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാനോ ഒന്നിനും തന്നെ പാടില്ല. ഇല്ലീഗലായിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെയാണ്. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് ഈ പറഞ്ഞ ഡൈവിങ്ങിലുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ രണ്ട് കാര്യം ചെയ്താൽ തന്നെ ഓൾറെഡി നമ്മൾ എങ്ങനെയാണോ കടലിനടിയിലേക്ക് അതുപോലെ നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഈ കടലിലേക്ക് ഇറങ്ങുമ്പോൾ വെറുതെ അങ്ങനെ ഒരു റോക്കറ്റ് പോണ പോലെ നമുക്ക് പോകാൻ പറ്റില്ല. അതിനൊരു അസെൻറ്റും ഡിസെൻറ്റും റേറ്റൊക്കെ ഉണ്ട്. അതൊക്കെ കൃത്യം പാലിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കടലിൻ്റെ അടിയിലേക്കൊക്കെ പോകുന്നത്. ഈ കടലിനടിയിലേക്ക് പോകും തോറും വിസിബിലിറ്റി ഒക്കെ കുറഞ്ഞു വരുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എത്ര അടി താഴ്ചയിലേക്ക് പോകുമ്പോഴാണ് അത്രയും കാഴ്ച മറയ്ക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കൊക്കെ എത്തുന്നത്? നമുക്കൊരു 40 മീറ്റേഴ്സ് വരെയൊക്കെ നമുക്ക് കാണാം. എന്നാലും ചില സമയത്ത് നമ്മൾ ടോർച്ചൊക്കെ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. അതിൻ്റെ പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴേക്ക് നല്ല ഡാർക്ക് തന്നെ ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് സ്കൂബയിലൊക്കെ പലപ്പോഴും നമ്മൾ 40 മീറ്റേഴ്സിന് കൊടുക്കുന്നത്. ഒരു റിക്രിയേഷണൽ ഏരിയ ആണ്. സോ നമുക്ക് കാണണം, നമുക്ക് വെള്ളത്തിലുള്ള കാര്യങ്ങൾ കാണണം. സോ അതുകൊണ്ടാണ് ഒരു 40 മീറ്റേഴ്സ് വരെ നമുക്ക് കൊടുക്കുന്നത്. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, പിന്നീട് അങ്ങോട്ടുള്ള ഡെപ്തിലേക്ക് പോകുന്നതോറും നമ്മൾ ഇൻഡസ്ട്രിയൽ വർക്ക്സിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. സോ അവിടെയൊക്കെ നല്ല ഡാർക്കായിരിക്കും. നമ്മൾ സ്പെഷ്യലായിട്ടുള്ള ലൈറ്റുകളെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്. എത്ര കിലോ ഭാരമാണ് നിങ്ങൾ ഈ ഡൈവ് ചെയ്യുമ്പോഴേക്ക് ഈ ശരീരത്തിൽ ഉണ്ടാകുന്നത്? നമ്മൾ ഡൈവ് ചെയ്യുന്ന സമയത്ത് കൊമേഴ്ഷ്യലിലേക്ക് വരുമ്പോഴാണ് കുറച്ചും കൂടി നമുക്ക് വെയിറ്റ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്.
കൊമേഴ്ഷ്യലിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ് ഏകദേശം 14 കിലോൻ്റെ അടുത്ത് വരും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ടാങ്ക് എയർ കൊണ്ടുവന്ന ടാങ്ക് ഏകദേശം ഒരു 17 കിലോൻ്റെ അടുത്ത് വരും. പിന്നെ വെയിറ്റ് ബെൽറ്റ്, വെറ്റ് സ്യൂട്ട്, പിന്നെ നമ്മൾ കൊണ്ടുവന്ന എക്യുപ്മെൻറ്റ്സിന് ചിലപ്പോൾ 15 കിലോൻ്റെ അടുത്ത് വരെ ഉണ്ടാവില്ല, ഒരു 10-40 കിലോ ഉണ്ടായിരിക്കും. പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ വെള്ളത്തിൽ എത്തുന്നത് വരെയാണ് നമുക്കൊരു ഹെവി ആയിട്ട് തോന്നത്തുള്ളൂ. അതിനുശേഷം പിന്നെ അത് കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്നാലും ടഫ് തന്നെയാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ഭയങ്കര ടഫാണ്. പക്ഷെ ബെറ്റർ ദാൻ ഈ ഒരു കരയിലുള്ള ഒരു വെയിറ്റിനെക്കാട്ടും ബെറ്റർ ആയിരിക്കും വെള്ളത്തിൽ എന്നുള്ളതാണ്. സോ ആ ഒരു പ്രശ്നങ്ങളൊക്കെ കൂടുതൽ പ്രശ്നങ്ങളെന്നല്ല, നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യണ കാരണം ഇതൊരിക്കലും ഒരു പ്രശ്നങ്ങളൊന്നുമല്ല. എന്താണ് ഈ ജോബിന്റെ വെല്ലുവിളികൾ എങ്ങനെയാണ്? ഒരു പെൺകുട്ടി എന്ന നിലയിൽ എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ജോബിന്റെ എന്താണ് പ്രത്യേകത? വെല്ലുവിളികൾ ഉണ്ട്, പക്ഷെ അത് നമ്മൾ അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇതൊരു പുതിയ മേഖലയാണ്, നമ്മൾ കടന്നു വരുന്നത് ഒരു പുതിയ മേഖലയാണ്. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിവിടെ ചെയ്യുന്ന പല കാര്യങ്ങൾ, അല്ലെങ്കിൽ പല മേഖലയിലുള്ള എനിക്കത് ചെയ്യണം. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു കാര്യം പറഞ്ഞുതരാം. ഡ്രസ്സിങ് റൂം അല്ലേ, ഞങ്ങൾക്ക് എന്തായാലും ഡ്രസ്സ് മാറിയേ പറ്റത്തുള്ളൂ. നമ്മുടെ ഒരു നമുക്കിപ്പോൾ ഒരു സാരി ഉടുത്ത് വരികയാണെങ്കിൽ ആ സാരി ഉടുത്ത് നമുക്ക് ഡൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ നമ്മുടെ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വെറ്റ് സ്യൂട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇത് നമ്മൾ മാറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം എന്നുള്ളത് കമ്പൽസറി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു മേഖല എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ആയതുകൊണ്ട് സ്പെഷ്യലായിട്ടൊരു പെൺകുട്ടിക്ക് അവർക്ക് ഒന്നും തന്നെ ഇതുവരെ അറേഞ്ച് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിലും പബ്ലിക്കായിട്ട് ഡ്രസ്സ് മാറുന്ന സിറ്റുവേഷൻസ് ആണെങ്കിൽ ഇപ്പോൾ ഡൈവ് നടക്കുന്ന അല്ലെങ്കിൽ ഒരു എമർജൻസി അല്ലെങ്കിൽ ഒരു റെസ്ക്യൂ സിറ്റുവേഷൻ സമയത്ത് നമ്മളവിടെ ഡ്രസ്സ് മാറാനുള്ള സ്ഥലം നോക്കിയിട്ടില്ല. എന്താണോ ഉള്ളത് അത് എടുത്ത് മാറി നമ്മൾ ഡൈവിലേക്ക് പോവുക എന്നുള്ളതാണ്. സോ ഇനി അങ്ങനെ എനിക്ക് സ്പെഷ്യലായിട്ട് ഡ്രസ്സിങ് റൂമുകൾ വേണം, അല്ലെങ്കിൽ എനിക്ക് സ്പെഷ്യലായിട്ട് സൗകര്യങ്ങൾ വേണം എന്ന് പറയുന്ന പല മേഖലകളിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് എന്താണോ ഇവർ ചെയ്യുന്നത് അതിന് കൂടെ അങ്ങോട്ട് ചെയ്യുക. അതൊന്നും കോംപ്ലിക്കേറ്റഡ് ആക്കാതെ വെരി സിമ്പിളായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അതാണ് ഈ ഒരു മേഖലയിൽ എല്ലാവരും, ഇനിയിപ്പോൾ വരുന്ന പെൺകുട്ടികളാണെങ്കിലും ആരാണെങ്കിലും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഈ കിടന്നിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട, ഒരു നല്ലൊരു മേഖലയായിട്ട് നമ്മളതൊരു ഒരു പുതിയൊരു എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു റോൾ മോഡൽ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എങ്കിലും കുറച്ച് കാര്യങ്ങളിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിന്തിക്കുക എന്നുള്ളൊരു ഡിഫറെൻ്റ് ആണല്ലോ ഈ ഒരു മേഖല. സോ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഈ ഡൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് അത്ഭുത കാഴ്ചകൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി ഗൂഢതകൾ ഒരുപാട് നിറഞ്ഞതാണ് കടൽ. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ പോലെ നമ്മൾ ഈ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നേരത്തെ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാം. ചരിത്രം അതെനിക്ക് ഏറ്റവും രസമായി തോന്നിയത് ഞങ്ങൾ ഇവിടെ തന്നെ കോഴിക്കോട് വെള്ളിയാങ്കൽ ഡൈവ് ചെയ്ത് തന്നെ വളരെ ഒരു എന്താ പറയുക പ്ലാൻ ചെയ്ത് പോയത് സംഭവമൊന്നുമല്ല. ജസ്റ്റ് ആ ഡൈവ് സൈറ്റ് കാണണം എന്നുള്ള രീതിയിലാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നതൊക്കെ. പക്ഷെ ആ പോകുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ ആ ഡൈവ് സൈറ്റിൻ്റെ അവിടെ എത്തുന്ന സമയത്ത് അവർ അങ്ങനെ പറയും, കണ്ടോ അവിടെയാണ് കുഞ്ഞാലിമരക്കാർ ഇങ്ങനെ ഹൈഡ് ചെയ്തിരുന്നിരുന്ന സ്ഥലം. അവിടുത്തെ ലോക്കൽസിന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം, അവിടെ ഉള്ള ജീവിക്കുന്ന ആളുകൾക്കും പിന്നെ ഇതിനെപ്പറ്റി അറിയുന്നവർക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളടുത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് ആ പാറയുടെ മേലെ ഇങ്ങനെ പീരങ്കി തറച്ചിട്ടുള്ള ഹോളുകളൊക്കെ കാണിച്ച് തരുമ്പോൾ അത് കാണുമ്പോൾ നമ്മളും, ഞാൻ ഹിസ്റ്ററി പഠിച്ച ഒരാളാണ്, ഞാൻ സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരാളാണ്. അപ്പോൾ കൂടുതലായിട്ട് എനിക്ക് ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. സോ അതൊക്കെ കേട്ടപ്പോൾ ഞാൻ കുറേ എക്സൈറ്റഡ് ആയി. പക്ഷേ അതിൻ്റെ ഒരു ഭാഗം കടലിൻ്റെ അടിയിലേക്ക് ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നൊന്നുമില്ല. അതുപോലെ താഴത്തേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ പാറ ഇങ്ങനെ വെട്ടിയിട്ടുള്ള വഴികൾ താഴത്തേക്ക് പോകുന്നു. അപ്പം നമ്മളത് കാണുന്ന സമയത്ത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ സമയത്ത് പണിതതാണോ, അല്ലെങ്കിൽ കടൽ കയറിയതാണോ, ആ സമയത്ത് വെള്ളമില്ലാതെ പിന്നീട് വെള്ളം കയറി വന്നതാണോ എന്നുള്ള ഇതാണ്. അത് ഏതാണെന്നൊന്നും അറിയത്തൊന്നുമില്ല. സ്റ്റെപ്പ് പോലെയുള്ള, അതായത് താഴത്തേക്ക് ഒരു സ്റ്റെപ്പ് പോലെ ചെറുതായിട്ട് പാറ വെട്ടിയിട്ട് തന്നെ ഉള്ള ഒരു വഴി, അത്ര തന്നെയുള്ളൂ. പക്ഷെ എന്താണ് അതിൻ്റെ പർപ്പസ് എന്നുള്ളതാണ് പിന്നീട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കോവളത്ത് തന്നെയുള്ള ഈ പറയുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പലതും കടലിലേക്ക് ഇതായി. അപ്പോൾ നമ്മൾ ഡൈവ് ചെയ്യുന്ന സ്ഥലങ്ങളാണിത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എക്സൈറ്റഡ് ആയിട്ട് ഓരോന്നും കാണുമോ എന്താണെന്നുള്ള വിഗ്രഹങ്ങൾ കൂടുതൽ നമുക്ക് ഈ ഒരു ഏരിയാസിൽ കാണാൻ വേണ്ടി പറ്റും. കോവളം സൈഡിൽ നമുക്ക് ഇവിടെ തന്നെ ഡൈവ് സൈറ്റിൽ തന്നെ നമുക്ക് അവിടെ ഒരു വിഗ്രഹമുണ്ട്. ആൻഡമാനിലാണ് അവിടെയൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറയുന്ന ആരും അതൊന്നും എടുത്തു വരുന്നില്ല എന്നുള്ളതൊക്കെ അവിടെ ഭദ്രമായിട്ട് അവിടെ തന്നെ ഇരിക്കട്ടെ. കാരണം കൂടുതൽ മനുഷ്യൻ്റെ കൈകടത്തിൽ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നശിച്ചു പോകുന്ന സിറ്റുവേഷൻസ് വരും. കാരണം കാണുന്ന കാഴ്ചകളും കിട്ടുന്നതെല്ലാം നമ്മൾ കടലിൽ തന്നെ അവിടെ തന്നെ വെച്ചിരിക്കും. ആർക്ക് പോകുന്ന അവർക്കത് കണ്ടുവരാന്നുള്ളൂ. ഒരു രീതിയിൽ അതിനെ നശിപ്പിക്കുന്ന രീതിയിലൊന്നും സംഭവിക്കുന്നില്ല. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ഒരു വാതിലിന്റെ കാര്യം അല്ലേ, അതെങ്ങനെയാണ് ആ ഒരു അനുഭവം, എന്താണ് അവിടെ കണ്ടത്? അങ്ങനെയല്ല, അതിന്റെ പല ഭാഗങ്ങൾ, ചരിത്രപരമായിട്ടുള്ള പല ഭാഗങ്ങളും ഈ ഒരു സൈഡിലുണ്ട്. നമ്മൾ ഡൈവ് സൈറ്റാണ് അല്ലെങ്കിൽ ഡൈവ് ചെയ്യുന്ന ഏരിയാസ് ആണ്. പക്ഷെ അങ്ങനെ പോകണ കുറേ കോംപ്ലിക്കേറ്റഡ് ആണെന്നേ. ആ ഒരു ഏരിയയിലേക്ക് പോണ സമയത്ത് തന്നെ നമ്മളതിനെ ഒരു എന്താ പറയുക കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ഡൈവ് സൈറ്റാണ്.
സോ അങ്ങോട്ട് മാക്സിമം ആരും പോവാതിരിക്കുക അല്ലെങ്കിൽ ഇതാണ് അറിയില്ല. പക്ഷെ കുറച്ചും കൂടിയൊക്കെ നമുക്ക് കുറച്ചും കൂടി ഒരു നല്ല ഫെസിലിറ്റീസ് അല്ലെങ്കിൽ കുറച്ചും കൂടി മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഒക്കെ കിട്ടുവാണെങ്കിലും പോയി നോക്കാം എന്നുള്ളത്. നമ്മൾ സാധാ സ്കൂബൊക്കെ വെച്ച് പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചുഴി പോലുള്ള പല ഇതും ഒരു ടേണിങ് ഏരിയയൊക്കെ തന്നെയാണ്. അപ്പോൾ കൂടുതൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ അപകടത്തിൽ പെടാനുള്ള ചാൻസസ് കൂടുതൽ. അന്ന് അവിടെ കണ്ട, അതായത് ഇങ്ങനെ ഒരു വാതില് അങ്ങനെ ഒരു കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഇവിടേക്കുള്ള തുറമുഖമാണത്. നമുക്കങ്ങനെ കാണുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയത്തില്ല. നമ്മൾ ഡൈസായിട്ടാണ് അവിടെ വരുന്നത് എന്നുള്ളതാണ്. സോ എല്ലാവർക്കും അറിയാം അവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഫർദറായിട്ട് നമ്മൾ ഡൈവ് ചെയ്യുന്ന സമയത്ത് കാണാൻ വേണ്ടി പറ്റുമെന്നുള്ളത്. ഈ പറഞ്ഞില്ലേ എന്തോ അപകട സ്ഥലം ആണെന്ന്, അപ്പൊ എന്താണ് ഈ അപകട മേഖല നിങ്ങൾ? അങ്ങനെയല്ല, ചുഴി പോലുള്ള രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആർക്കും തന്നെ എത്ര വലിയ ഡൈവറാണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നല്ല കറണ്ട് രൂപപ്പെടുന്ന ഏരിയാസ് ഒക്കെ ആണെങ്കിലും നമ്മൾ കറണ്ടിലൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ സ്വിം ചെയ്ത് നമുക്ക് സംടൈംസ് കയറാൻ വേണ്ടി പറ്റും. അതല്ലെങ്കിൽ അത് നമ്മളെ നല്ല ഡെപ്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഒരു 40 മീറ്റേഴ്സാണ് നമ്മുടെ ലിമിറ്റ് എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ 50 മീറ്റർ ആണെന്ന് പറഞ്ഞു. അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ആധുനികമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്ന എയർ മിക്സിങ് മാറ്റം അതൊക്കെ ഉണ്ട്. അതല്ലെങ്കിൽ സമയത്ത് അതൊക്കെ ടോക്സിക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഒരുപാട് ഡെപ്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് കൺട്രോൾ കിട്ടിയിട്ടില്ലെങ്കിൽ പ്രഷർ, അണ്ടർവാട്ടർ പ്രഷർ എന്ന് പറയുന്നത് നമ്മളെ തന്നെ തെറിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ സംടൈംസ് അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് വരും. അപ്പോൾ അതുകൊണ്ടാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിൽ നമ്മൾ അധികം പോവാതിരിക്കുന്നത്. അതാ ആ ഒരു ഏരിയാസിലേക്കാണിതെന്ന് പറയുന്നു. ഈ എത്ര സ്ഥലങ്ങളിൽ ഇതുവരെ ഡൈവ് ചെയ്തിട്ടുണ്ട്? അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ആഫ്രിക്കയിലാണ് പഠിച്ചതെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെയുള്ള ഈ കടൽ, അപ്പോൾ ഇവിടെയുള്ള ആ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടോ? എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ അപകട സാധ്യത കൂടുതലാണോ കുറവാണോ? അങ്ങനെയല്ല, എല്ലായിടത്തും ഉള്ളതുപോലത്തുള്ള പ്രശ്നങ്ങൾ തന്നെയുള്ളൂ. പിന്നെ ആഫ്രിക്കയിലാവുന്ന സമയത്ത് കുറച്ചും കൂടിയും പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർക്ക ഷാർക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അവിടെ കുറച്ച് അഗ്രസീവാണ് അവിടുത്തെ അക്വാറ്റിക് അനിമൽസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സീല്, കുറേ അധികം സീല് കാണുന്ന ഒരു ഏരിയ ആണ് ആഫ്രിക്ക എന്ന് പറയുന്നത്. സീലൊക്കെ നല്ല പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്ന മോഡൽ. സോ അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ ഈ പറയുന്നത് പോലെ തന്നെ വലിയ തിമിംഗലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് കൂടുതലായിട്ട് ആഫ്രിക്കയിൽ തന്നെയാണ്. കണ്ടിട്ടുണ്ടോ അങ്ങനെ? ഇല്ല, അത് ഞാൻ പറഞ്ഞു, അതിനൊരു സീസൺ ഉണ്ട്. നമ്മൾ ആ ഒരു ഇതൊക്കെ പിന്നെ ഒരു സീസൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് നമ്മൾ തിരക്കായിരിക്കും. പിന്നെ സമയം കണ്ടെത്തി പോവുക എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ ഇനി ഫർദറായിട്ട് നമ്മൾ ചെയ്യുന്ന സംഭവമാണ്. ഇവിടെയൊക്കെ നമുക്ക് നോർമൽ ചെറിയ ചെറിയ റീഫ് ഷാർക്ക് പോലുള്ള അങ്ങനെയുള്ളതൊക്കെ കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. പിന്നെ എനിക്ക് കൂടുതൽ വ്യത്യാസം തോന്നിയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഈ പറഞ്ഞ പോലെയുള്ള പൊല്യൂഷൻ തന്നെയാണ്. നമുക്ക് കൊച്ചിയിലും നമുക്ക് സീ ഡൈവ് ഇല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇത്ര ഡിസ്റ്റൻസിൽ പോലും നമുക്ക് ഓപ്പോസിറ്റ് എന്താ നിൽക്കണമെന്ന് കാണാൻ പറ്റില്ല. ഇത്രയും വെള്ളം പൊല്യൂട്ടായി കിടക്കുകയാണ്. ഇപ്പോൾ കോവളത്തിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക്, അത് കേരളത്തിൽ മൊത്തം കാണുന്നൊരു പ്രശ്നമാണ് പ്ലാസ്റ്റിക് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ട് പലതിനും പല ജീവികളും ഇങ്ങനെ എന്താ പറയുക നാശം സംഭവിച്ചു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. വലകളിലൊക്കെ കുടുങ്ങിയിട്ട് ഒരുപാട് മത്സ്യങ്ങളൊക്കെ ഇങ്ങനെ പെട്ട് കിടക്കുന്ന സിറ്റുവേഷൻസ് കാണാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയുള്ള എന്തെങ്കിലും ഒരു ജീവികളാണ് ഇത്തരത്തിലുള്ളൊരു അപകട സാധ്യതയിൽ പെട്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും വേണമെങ്കിൽ പോയി രക്ഷിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ അണ്ടർവാട്ടറിൽ ഈ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഈ വലകളൊക്കെ മൂലം ബുദ്ധിമുട്ടുന്നവരെ ഈ പറയുന്ന ഡൈവിങ്ങിലുള്ളവർ പോയിട്ട് മാത്രമേ ഉള്ളൂ. അവർ സംടൈംസ് നമ്മൾ ആ ഒരു ഏരിയയിൽ കൂടെ പോയില്ലെങ്കിൽ നമ്മളവരെ കാണത്ത് പോലുമില്ല. സോ സംടൈംസ് ഈ വലയിലൊക്കെ അങ്ങനെ മുള്ള് മാത്രം അവശേഷിച്ച് നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാകും. കാരണം കുറച്ച് ദിവസം മുമ്പെങ്കിലും വന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയിരുന്നില്ല. അവർക്ക് രക്ഷപ്പെടാതെ ജീവികളൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടും. കാരണം നേരത്തെ പറഞ്ഞു ഒന്നും ടച്ച് ചെയ്യാൻ പാടില്ല. ആരാണോ അപകടത്തിൽ പെട്ട് കിടക്കുന്നത് അവരെ നമുക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി പറ്റും. നമുക്കതിന് നമ്മൾ എപ്പോഴും നൈഫ് കൊണ്ടുപോകും ഡൈവിന് പോകുന്ന സമയത്ത്. സോ ആ സമയത്ത് നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ അപകടത്തിൽ പെട്ട് കിടക്കുന്നത് അപ്പം തന്നെ നമുക്ക് കട്ട് ചെയ്ത് രക്ഷപ്പെടുത്താൻ സ്വയം രക്ഷയ്ക്കും അതുപോലെ തന്നെ അവരെ രക്ഷിക്കുകയും ചെയ്യാം. ഇതൊന്നും എടുത്ത് വിൽക്കാനോ അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യാനോ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അനാവശ്യമായിട്ട് അവരെ പോയി ടച്ച് ചെയ്യാനും പാടില്ല. ആ സമയത്തൊക്കെ ആയിരിക്കും ഇവർ നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരാം. ഇപ്പോൾ ഈ പറയുന്ന പോലെ സീ കുക്കുംബർ പോലെയുള്ളതൊക്കെ നമ്മുടെ കടലിൽ കിടക്കുന്നുണ്ട്. സീ കുക്കുംബറൊക്കെ നല്ല ഔഷധ ഗുണമുള്ളതാണ്. സോ ഇവരേനൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മളിതുപോലെ അതൊക്കെ ഇല്ലീഗലായിട്ടോ ഇവിടെ എടുത്ത് വിൽക്കുന്നതൊക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പണം സമ്പാദിക്കുക എന്നുള്ള പ്രശ്നം, അതൊക്കെയാണ് പ്രശ്നങ്ങളായി മാറുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു അത് അവരുടെ ആവാസ വ്യവസ്ഥയാണ്. ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് ആളുകൾ വന്നിട്ട് ചായയൊക്കെ കൊടുത്ത് കുടിച്ച് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ആക്രമിക്കാൻ നമ്മൾ ആരും വെറുതെ വിടത്തില്ല. എന്ന പോലെ തന്നെ അത് അവരുടെ ലോകമാണ്. അവിടേക്ക് നമ്മൾ പോവുകയാണ്. സോ അതിന് ഒരു രീതിയിലുള്ള ഡാമേജും വരുത്താതെ എങ്ങനെയാണോ പോയത് അതുപോലെ തിരിച്ചു വരിക. അവർ യാതൊരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്ത് എത്രത്തോളം ഡിസ്റ്റർബ് ചെയ്യുന്നു അവർ ആ സ്ഥലം വിട്ടിട്ട് വേറെ സ്ഥലത്തേക്ക് പോകത്തേ ഉള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ പോകുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ അത്രയും ഒരു ഡൈവ് നമ്മൾ സെറ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വേസ്റ്റ് ആയി പോകുന്ന സിറ്റുവേഷൻസാണ്. അതുകൊണ്ടാണ് പറയുന്നത്
പോയി അവരൊന്ന് ഡിസ്റ്റർബ് ചെയ്യാണ്ട് പതിയെ തിരിച്ചു വരിക എന്നുള്ള കാര്യം. ഇപ്പോൾ ഡൈവ് ചെയ്യാനായിട്ട് നമ്മളൊരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ, ഇപ്പം നേരത്തെ ആരെങ്കിലും ഡൈവ് ചെയ്ത് ആ സ്ഥലത്തിനെ കുറിച്ച് അറിയാവുന്ന ഒരു സ്ഥലമാണോ, അതോ പുതിയൊരു സ്ഥലം, അതായത് ഇന്ന് വരെ അവിടെ ആരും ഇറങ്ങിയിട്ടില്ല, അങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്? പലപ്പോഴും നമ്മൾ ആരൊക്കെ അത് ഞാൻ പറയും, ഡൈവിംഗ് തുടങ്ങിയിട്ട് കുറേ ആയി. സോ ഒരുപാട് ആളുകൾ കണ്ടുപിടിച്ച സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഡൈവ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ പുതിയൊരു സ്ഥലത്താണ് നമ്മൾ ഡൈവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അവിടെയുള്ള ലോക്കലായിട്ടുള്ള ആളുകളെടുത്ത് അന്വേഷിക്കണം, ഈ ഒരു ഏരിയ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ ജീവികളെ നിങ്ങൾ ഇതിനു മുമ്പ് കാണാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള എൻക്വയറീസ് ആദ്യം നടത്തണം. പിന്നെ അതുപോലെ തന്നെ എത്രത്തോളം മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. കാരണം അങ്ങനെ കൂടുതൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും സംതിങ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ചുഴി പോലുള്ളതോ അല്ലെങ്കിൽ പാറയുടെ ഇടുക്ക് പോലുള്ള അവിടേക്കൊക്കെ വെള്ളം സക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ ഉണ്ടായിരിക്കാം. മെയിനായിട്ട് ഇത്ര തന്നെ, നമ്മൾ എൻക്വയറി നടത്തി എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. പിന്നെ അവിടെ എത്രത്തോളം ഈ മഴ കാറ്റൊക്കെ എഫക്റ്റ് ചെയ്യുന്ന ഏരിയാസാണ്, നമ്മൾ ആ ലൊക്കേഷനിൽ നിൽക്കുന്ന സമയത്ത് തന്നെ എത്രത്തോളം പ്രകൃതിയുടെ ആ ഒരു ഇത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കി ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ ആദ്യം പോകുന്ന ആളുകൾ ഈ പറയുന്നത് പോലെ തന്നെ മാപ്പിംഗ് നടത്തും. അവിടെ മാപ്പിംഗ് നടത്തിയതിന് ശേഷം അവിടെ എന്തൊക്കെയുണ്ട് എന്നുള്ളത് ആദ്യം നമ്മൾ ഫൈൻഡ് ചെയ്യും. ലൊക്കേഷനൊക്കെ നമ്മൾ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന കോമ്പസ് പോലുള്ളത്, പിന്നെ അതുപോലെ തന്നെ ഡെപ്തുകൾ മനസ്സിലാക്കാനുള്ള, അങ്ങനെ ആദ്യം എല്ലാം ചെയ്തതിന് ശേഷം ഓക്കെ ആയതിനു ശേഷം മാത്രമാണ് പിന്നീട് അതൊരു ഡൈസൈറ്റായിട്ടോ അല്ലെങ്കിൽ കൂടുതൽ പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ഏരിയ നമ്മൾ സെലക്ട് ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുക എന്നുള്ളൊരു പരിപാടിയല്ല. അതിൻ്റെ പുറകെ നമ്മൾ തിയറിപരമായിട്ട് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും പഠിക്കാനും ഫോളോ ചെയ്യാനും ഉണ്ട്. അതെല്ലാം നമ്മൾ ചെയ്യണം. എങ്ങനെയാണ് ഡൈവ്, അതായത് അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നു, അവിടേക്ക് കുറച്ച് ആളുകൾ, അങ്ങനെ നിങ്ങളൊരു ഗ്രൂപ്പായിട്ടാണോ പോകുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്? എങ്ങനെ ഡൈവിങ്ങിലേക്ക് പോകുന്ന നമുക്ക് ഇപ്പോൾ ഒരു ഡൈസൈറ്റ് ഉണ്ടായിരിക്കും. ആണെങ്കിൽ നമ്മൾ നമ്മുടെ ഈ പറയുന്ന എക്യുപ്മെൻറ്റ്സ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ ഓരോ ഡൈവറിൻ്റെയും കടമയാണ്, ഉത്തരവാദിത്തമാണ് ഈ പറയുന്ന പോലെ നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ഓക്കെ ആയിരിക്കുക എന്നുള്ളത്. സോ ആ എക്യുപ്മെൻറ്റ്സ് എല്ലാം നമ്മൾ മോർണിംഗ് എല്ലാം സെറ്റപ്പ് ചെയ്തതിന് ശേഷം ഡൈവുകൾ നമ്മൾ പ്ലാൻ ചെയ്യും. ഏറ്റവും ഇപ്പോൾ ഏത് ഡൈവാണ്, ഇപ്പോൾ ഒരു 1, 2, 3 ഡൈവുകൾ ഉണ്ടെങ്കിൽ ആ ഡൈവിൽ ഏറ്റവും കൂടുതൽ ഡെപ്ത് ഏതാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഡെപ്ത് കൂടിയിട്ടുള്ള ഡൈവ് നമ്മൾ ആദ്യം ചെയ്യുന്നു. പിന്നീട് അതിൽ നിന്ന് ഡെപ്ത് കുറഞ്ഞത്, അങ്ങനെ നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. എത്ര സമയം നമ്മൾ റെസ്റ്റിംഗ് ടൈം ഉണ്ട് എന്നുള്ള എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഒരു ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഫോണ്, പണ്ടൊക്കെ ആണെങ്കിൽ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ തുറക്കുന്നു, ഒന്നല്ലെങ്കിൽ വാട്സപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമൊക്കെ നമുക്ക് നോക്കുന്നു. പക്ഷേ ഇന്നെന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ എന്താണ് കാലാവസ്ഥ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാലാവസ്ഥ ഗുഡാണെങ്കിൽ നമ്മൾ ഡൈവ് കണ്ടിന്യൂ ചെയ്യും. എന്തെങ്കിലും ബാഡ് സിറ്റുവേഷൻ ആണെങ്കിൽ അന്ന് ഡൈവ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ ഇതെല്ലാം നമ്മളുടെ ലൈഫിലേക്ക് പിന്നീട് കയറി വന്ന കുറേ മാറ്റങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ അണ്ടർ വാട്ടറിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇപ്പം നിങ്ങൾ ഡൈവ് ചെയ്യുന്ന സമയത്താണെങ്കിൽ തന്നെയും എക്യുപ്മെൻറ്റ്സ് എവിടെയെങ്കിലും കുടുങ്ങിപ്പോകാനോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്തെങ്കിലും തരത്തിൽ വലയിലൊക്കെ കുടുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു രക്ഷപ്പെടലൊക്കെ എങ്ങനെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ അപകടം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യുന്നത്. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ റെസ്ക്യൂ എന്നുള്ളൊരു കോഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഓരോ എക്യുപ്മെൻറ്റ്സും നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മുടെ ശരീരം അതിൽ പെട്ടുപോകുക, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻറ്റ്സ് പോലും അതിൽ പെട്ടുപോകാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ആദ്യം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് അപകടങ്ങൾ ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ പറയുന്ന ഒരു സിസ്റ്റമാണ് ഇത് ബഡി സിസ്റ്റം എന്നുള്ളത്. അതായത് നമ്മൾ ഒറ്റയ്ക്ക് ഒരിക്കലും കടലിലേക്ക് ഒരാൾ പോകാൻ പാടില്ല. 2 അതിലധികമോ ആളുകൾ വേണം പോകാൻ. പക്ഷെ നമ്മളിതൊന്നും ശ്രദ്ധിക്കാണ്ട് ഒരാളായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഓവർ കോൺഫിഡൻസോ വാട്ടെവർ നമ്മൾ അങ്ങനെ പോകുന്നു. അങ്ങനെയൊക്കെ പോണ സമയത്ത് ചിലപ്പോൾ നമുക്ക് വെള്ളത്തിനടിയിൽ നിന്ന് ഇവിടെ നമ്മൾ തല ചുറ്റി വീഴും അല്ലേ, ഈ തല ചുറ്റി വീഴണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് സംഭവിക്കുന്നത്. അതുപോലെ തന്നെയാണ് വെള്ളത്തിൻ്റെ അടിയിലും സംഭവിക്കുന്നത്. അപ്പോൾ 2 അതിൽ ആളുകളുണ്ടെങ്കിൽ നമ്മൾ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരും. അതല്ലെങ്കിൽ അവിടെ തന്നെ പെട്ടുപോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ അക്വാട്ടിക് ലൈഫുകൾ അതിന് ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ കൊമേഴ്ഷ്യലിലേക്ക് വരുന്ന സമയത്ത് എല്ലാം തന്നെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. നമ്മൾ കൊണ്ടുപോകുന്ന ഉപകരണങ്ങൾ എന്ന് പറയുന്നത് ഇലക്ട്രിക് ആണ്. സോ എർത്തടിക്കുന്ന സിറ്റുവേഷൻസ് വരും. അപ്പോൾ ആ എർത്ത് എങ്ങനെ ഇല്ല, അതായത് ഇപ്പോൾ വെൽഡ് ചെയ്യുന്ന സമയത്തൊക്കെ ആ എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഒരു രീതിയിൽ നമുക്ക് ഒരു പൊസിഷനുണ്ട്, അതിനപ്പുറം നമ്മളത് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ എർത്തടിക്കാനുള്ള സിറ്റുവേഷൻസ് വരും. അപ്പോൾ ആദ്യം അത് പഠിപ്പിക്കുന്നുണ്ട്, അത് ചെയ്യരുതെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അത് ചെയ്യുമ്പോഴാണ് അത് പ്രശ്നത്തിലേക്ക്. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാം അറിഞ്ഞ് ഇതിൻ്റെ എല്ലാ വശങ്ങളും അറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡൈവ് ചെയ്യുന്നത്. അത് ഫോളോ ചെയ്യുക. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ ഫോളോ ചെയ്താൽ ഇത് 100% സേഫ് ആയിട്ടുള്ളൊരു ജോബാണ്. അവിടെ എവിടെയാണോ നമ്മളത് ഫോളോ ചെയ്യാതിരിക്കുന്നത് അവിടെയാണ് അപകടങ്ങൾ സംഭവിക്കുന്നത്. എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ ഡൈവിങ്ങിലേക്ക് വന്നതിന് ശേഷം അങ്ങനെ ഒരു അനുഭവം
അറിഞ്ഞ അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം മറ്റാർക്കെങ്കിലും ഉണ്ടായതായിട്ട് അങ്ങനെ ഉണ്ട്. അതൊക്കെ ഇഷ്ടംപോലെ സംഭവിക്കും. ഇപ്പോൾ എന്താ പറയുക, ഡൈവിങ് ഇപ്പോൾ എന്നെ പഠിപ്പിച്ച ഒരു ഇൻസ്ട്രക്ടറുണ്ട്. ആള് സൗത്ത് ആഫ്രിക്കക്കാരൻ തന്നെയാണ്, ജോഡി എന്ന് പറയും. ആൾ ഈ പറഞ്ഞതുപോലെ കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, എല്ലാം ഉള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഡൈവ് ചെയ്തതിന് ശേഷം ഇതുപോലെ എന്തോ സംതിങ് എന്തോ മറന്നു വെച്ചു. അപ്പോൾ മറന്നു പോയ സമയത്ത് അവർ പോണ സമയത്ത് അവിടെ കുറേ മുതലേനൊക്കെ കണ്ടതാണ് അവർ. അപ്പോൾ അതൊക്കെ അവിടെ ഇങ്ങനെ റെസ്റ്റിംഗ് ഇരിക്കുകയല്ലേ, ആരും വരുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ ആൾ രണ്ടാമത്തെ എക്യുപ്മെൻ്റ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ തിരിച്ചു വന്ന സമയത്ത് ആളുടെ തലയിൽ അത് കടിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ആളുടെ തലയിൽ നിന്ന് തന്നെ അവിടുന്ന് എന്താ പറയുക, നമ്മുടെ പല്ലുണ്ടല്ലോ, അതിൻ്റെ പല്ല് പിന്നീട് എന്തോ വേദന പറഞ്ഞ് പോയ സമയത്ത് അതിൻ്റെ പല്ല് സംഭവം. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് സൗത്ത് ആഫ്രിക്കയിലൊക്കെ വലിയ ന്യൂസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സോ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉള്ള ഇതുണ്ടായിരിക്കും. പിന്നെ ഡൈവിൻ്റെ ഇടയിൽ മരിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. ഒരാൾ മരിച്ച സ്ഥലത്ത് ഡൈവ് ചെയ്യേണ്ട സിറ്റുവേഷൻസ്. സോ ആ സമയത്തൊക്കെ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ആൾ മരിച്ചത്, അവിടെ ആയിരിക്കും നമ്മൾ ചവിട്ടി നിൽക്കുന്നുണ്ടായിരിക്കുക. അപ്പം അങ്ങനെയുള്ള എക്സ്പീരിയൻസുകളൊക്കെ നമുക്ക് സംഭവിക്കാറുണ്ട്. അത് നമ്മുടെ ലൈഫിൽ എനിക്ക് തന്നെ അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ സൗത്ത് ആഫ്രിക്കയിൽ നമ്മൾ ഡൈവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇതുപോലെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാമത് പിന്നെ നമ്മൾ ഡൈവ് ചെയ്യുന്നത് അവിടെയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം അതാണ് സ്പോട്ട്, ഇവിടെ വെച്ചിട്ടാണ് മരണം സംഭവിച്ചതെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പേടി എന്നുള്ള രീതിയിലല്ല, എന്നാലും സംതിങ് എന്തോ ഒരു ഫീൽ ഉണ്ടാവില്ല, അതൊക്കെ കിട്ടും, അതൊക്കെ നന്നായി കിട്ടും. പക്ഷെ പേടിച്ചാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ പേടിയല്ല, അത് അറിയില്ല ഒരു സംഭവം, ഒരു ആൾ മരിച്ച ഒരു സ്ഥലത്ത് ഇങ്ങനെ കാല് കുത്തുമ്പോൾ ഉള്ള ഒരു ഇത്. ഈ പെട്ടെന്നൊരു ഷാർക്കൊക്കെ മുന്നിൽ വന്ന് പെടുകയാണെങ്കിൽ എങ്ങനെയാവും രക്ഷപ്പെടുക? അങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെ രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഷാർക്ക് അങ്ങനെ അറ്റാക്ക് ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഷാർക്ക് എന്തായാലും നമ്മളെ കൊണ്ടുപോകും എന്നുള്ളതാണ്. പക്ഷേ ഷാർക്കിൻ്റെ കൂടെ ഡൈവ് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കേണ്ട, ഇപ്പോൾ ഷാർക്ക് ഡൈവ് എന്നുള്ള സെപ്പറേറ്റ് ഒരു കോഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഷാർക്കിനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഷാർക്ക് വരുവാണ്, ഇപ്പോൾ മാൽദീവ്സിലൊക്കെ ഇതിൻ്റെ ഡൈവ് നടക്കും. അപ്പോൾ ഡൈവ് നടക്കുന്ന സമയത്ത് അവർ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൈകാലുകൾക്ക് അധികം മൂവ്മെൻറ്റ് ഉണ്ടാവാൻ പാടില്ല, എവിടെയാണോ അവിടെ തന്നെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുക, ഒരു രീതിയിലും നമ്മുടെ കൈയൊക്കെ ഇതാക്കുന്ന സമയത്ത് അവർ വിചാരിക്കുക അവർക്കുള്ള ഫുഡായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി അവർക്ക് കഴിക്കാനുള്ള, അതായത് ആ ഷാർക്കിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ഫുഡ് കാര്യങ്ങൾ, അതായത് മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ കൊണ്ടുപോകും, അതെല്ലാം വെട്ടിയിട്ട് കൊടുക്കും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ കിടന്നിട്ട് ഈ പറയുന്ന കൈകാലുകൾ മൂവ്മെൻ്റൊക്കെ ഉണ്ടാവുന്ന സമയത്താണ് നമുക്ക് അറ്റാക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ പോലെ തന്നെ ചില ഷാർക്കുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ധൈര്യം അല്ലെങ്കിൽ എന്തോ ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ വിഷൻ മാറ്റി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ വിഷൻ മാറ്റി കൊടുക്കുന്ന സമയത്ത് ഈ അടുത്തേക്ക് വരും, വീഡിയോസിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിച്ചാൽ മതി, ഈ ഒരു ഭാഗത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ വിഷൻ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. സംടൈംസ് അത് സക്സസ് ആവും, അതല്ലെങ്കിൽ ഫെയിൽ ആവും, നമുക്ക് കടി കൊണ്ട് ഇല്ലാത്ത സിറ്റുവേഷൻസ്. അതേ ഞാൻ പറയും, മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ജോബാണ് അതിൽ. ആ ഒരു ഡേഞ്ചറസ് എന്നുള്ള ജോബ് എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ ഭാഗമായിട്ട് വരുന്നത് എല്ലാം എക്യുപ്മെൻറ്റ്സ് ആയിക്കോട്ടെ, അക്വാറ്റിക് ലൈഫ്. അതുകൊണ്ട് തന്നെയാണ് വേൾഡിലെ തന്നെ ഒരു ടോപ്പ് 10 വരുന്ന ഡേഞ്ചറസ് ജോബുകളിൽ ഇത് വരുന്നത്. ശരിക്കും വെള്ളത്തിനെ പേടിക്കണോ? വെള്ളത്തിന് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. എത്രത്തോളം നമ്മൾ വെള്ളത്തിനെ പേടിക്കുന്ന അത്രത്തോളം വെള്ളം നമ്മളെടുത്ത് റിയാക്ട് ചെയ്യുക ചെയ്യത്തുള്ളൂ. നമ്മൾ വളരെ കൂളായിട്ട് ഒരു ബേബീനെ പോലെ നമ്മൾ എപ്പോഴും വെള്ളത്തിനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വളരെ സ്മൂത്ത് ആയിരിക്കും. എത്രത്തോളം നമ്മൾ കിടന്ന് ഡിഫിക്കൽട്ട് ആവുന്നോ അല്ലെങ്കിൽ വെള്ളത്തെ പേടിക്കുന്നോ അത്രത്തോളം വെള്ളം നമ്മളതിനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരാൾ കടലിൽ പെട്ടു അല്ലെങ്കിൽ വെള്ളത്തിൽ പെട്ടു എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം റിലാക്സ് ചെയ്ത് നമ്മുടെ ബോഡി ഇടുമ്പോൾ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ബോഡി മുകളിലേക്ക് വരും. നമ്മൾ എത്രത്തോളം കൈകാലുകളിൽ നമ്മളിങ്ങനെ ഇതാക്കുന്നു അത്രത്തോളം നമ്മുടെ ബോഡി ടയേർഡ് ആവത്തേ ഉള്ളൂ. അത്രയും ബലം നമുക്ക് ഫീൽ ആവും, ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ശക്തി നമുക്ക് ഫീൽ ആവും. നിങ്ങൾ അങ്ങനെ ഒരു പാനിക് സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങളുടെ ഈ ഓക്സിജൻ ലെവൽ കുറയാൻ അങ്ങനെയൊക്കെയുള്ള സാധ്യത കുറയും. നമ്മൾ എത്രത്തോളം പാനിക് ആവുന്നു അത്രത്തോളം നമ്മൾ എന്ത് ചെയ്യും, ബ്രീത്ത് കൂടുതലെടുക്കുമ്പോൾ നമ്മുടെ ബ്രീത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കണം. സ്കൂബയിലാണെങ്കിൽ അത് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ പോലും നമ്മൾ എത്രത്തോളം കൂടുതൽ ശ്വസിക്കുന്നു അത്രത്തോളം ബോഡിയിൽ നമ്മുടെ നൈട്രജൻ്റെ അളവ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് എഫക്റ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വെള്ളത്തെ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഈ സമയമൊക്കെ ഉണ്ടാവില്ല, ഇത്ര സമയം വെള്ളത്തിനടിയിൽ, അതൊക്കെ എങ്ങനെയാണ്? അത് ഓൾറെഡി നമുക്കൊരു ടേബിൾ ഉണ്ട്. അപ്പോൾ അത് പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ഡെപ്തിൽ ഇത്ര നേരം നിൽക്കാൻ പാടൂ എന്നുള്ളതുണ്ട്. അതിന് 1 മിനിറ്റ് പോലും നമ്മൾ എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഓരോ ലെവലിലും ഒരു 30 മീറ്റേഴ്സിലാണെങ്കിൽ നമുക്ക് 20 മിനിറ്റ്സ് ആണ് നിൽക്കാനുള്ള ബോട്ടം ടൈം ഉള്ളത്. അത് നമ്മൾ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ എക്സ്ട്രാ അതിൻ്റെ ഡൈവിൻ്റെ ടേംസ് ആണ്, എക്സ്ട്രാ എന്താ പറയുക സേഫ്റ്റി സ്റ്റോപ്പ് എടുക്കേണ്ട സിറ്റുവേഷൻസ് വരിക, ചാമ്പറിലേക്ക് മാറ്റേണ്ട സിറ്റുവേഷൻസ്, ഇതൊക്കെ ഇതിൻ്റെ ഭാഗം. അതുകൊണ്ടാണ് 20 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ആ 20 മിനിറ്റ്സ് നിങ്ങൾ അസെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കണം. എക്സീഡ് ചെയ്താൽ കൂടുതൽ പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യേണ്ടി വരും.
സോ ഓരോ ഡെപ്തിനും ഇത്ര നേരം നിൽക്കാൻ പാടുമെന്നുണ്ട്. ഈ ഇങ്ങനെ ഡൈവ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഈ സമയം തീർന്നു എന്നുള്ള രീതിയിൽ മാത്രം തിരിച്ചു കയറി, കാരണം കണ്ട് കൊതി തീർന്ന് അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമുക്ക് ഇവിടെ നമ്മൾ നിൽക്കുന്നത് പോലെ തന്നെ കടലിൻ്റെ അടിയിൽ നിൽക്കാൻ പറ്റും നമ്മൾ ഒരിക്കലും കയറി പറ്റില്ല. പക്ഷെ നമുക്കറിയാം ഇത്ര നേരം നിൽക്കാൻ പാടൂ, അത് കഴിഞ്ഞ് പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കണം എന്നുള്ളതെല്ലാം അറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ കയറി വരുന്നത്. അതല്ല എന്നെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ നിൽക്കത്തുള്ളൂ. സമയം തീർന്നു എനിക്ക് കണ്ടു കൊതി തീർന്നില്ല, എല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മൾ തീരില്ല, അപ്പോഴായിരിക്കും കയറി വരണല്ലോ എന്ന് നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഏതായിരിക്കും? എല്ലാ ഡൈവും അതേ പറയാം, എല്ലാ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ തന്നെ നമ്മൾ സ്കൂബയിലാണെങ്കിലും നമ്മൾ തീരില്ലെന്നേ കണ്ട് നമുക്ക് ഒരിക്കലും ഇപ്പം നിങ്ങൾ വരുവാണെങ്കിലും നിങ്ങൾ ചോദിക്കും ഞങ്ങളോട് ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് അവിടെ നിർത്താൻ വേണ്ടി പറ്റും. നമുക്ക് കുഴപ്പമൊന്നുമില്ല 5 മിനിറ്റ് നിർത്തണതിന്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ റൂൾ പ്രകാരം ഇത്ര ടൈമേ ഉള്ളൂ, അതിനനുസരിച്ച് നമ്മൾ കയറി വരണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോകണേനോ അല്ലെങ്കിൽ നമുക്കേ ഞാൻ പറഞ്ഞില്ല ഇതുവരെ ഞങ്ങളെ കണ്ട് തീർത്തിട്ടില്ല, അല്ലെങ്കിൽ നമുക്കേ കൊതി തീരുന്നില്ല. അപ്പൊ അങ്ങനെ വന്നവര് പറഞ്ഞൊരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? കാരണം കൂടെ കൊണ്ടുപോയ സഞ്ചാരികൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അവര് ഈ ഇത് കഴിഞ്ഞ് വന്നതിന് ശേഷം പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയാണ് എല്ലാവരും. ഇതുവരെ നമ്മുടെ അടുത്ത് ആരും ഒരു നോ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ കൊള്ളില്ലായിരുന്നു ഒന്നും പറയില്ല. ഞങ്ങൾ കൊടുത്ത പൈസ നമുക്ക് വേർത്താണ് എന്നുള്ളത് നമ്മുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്. അതുപോലെ തന്നെ ആ ഒരു അത്രയും സമയം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സമയമാണ് എന്നുള്ളത് നമ്മളെപ്പോഴും പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ആൻഡമാനിൽ ഡൈവ് ചെയ്ത സമയത്ത് എനിക്കൊരു 70 ആ ഒരു ഏജിൻ്റെ സമയത്തുള്ള ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ജർമ്മൻകാരനെന്തായിരുന്നു. ആളതുപോലെ മെഡിക്കൽ കണ്ടീഷനൊക്കെ ഓക്കെ ആയിരുന്നു, പക്ഷേ ഏജ് എല്ലാവർക്കും ഒരു ഇതായിരുന്നു. അപ്പോൾ ആളെങ്ങനെയോ ആണ് നമ്മുടെ അടുത്തേക്ക് വന്നത്. ഞാനാണ് നല്ല ഡൈവ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ തിരിച്ചു വന്നിട്ട് ഇങ്ങനെ ഒരു തൊഴുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഭയങ്കര അത് താങ്ക് യു പറഞ്ഞതിന് ശേഷം അത് എല്ലാവർക്കും കിട്ടുന്നത് തന്നെ കേട്ടോ, എല്ലാവർക്കും ഉള്ളൊരു അനുഭവം തന്നെ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എൻ്റെ മുഖത്ത് ഇങ്ങനെ തൊഴുതിട്ട് ഒരുപാട് താങ്ക് യു ഉണ്ട്, എൻ്റെ ആ ഒരു ആഗ്രഹം സക്സസ് ആക്കി തന്നതിന്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി ഞാനൊരു പെൺകുട്ടിയുടെ കൂടെയല്ലേ ഈ ഒരു അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അതെനിക്ക് ഭയങ്കര ഇന്നും ഞാനത് മറക്കും. ഒരു 5 വർഷത്തിന് ശേഷം ഞാനത് ഭയങ്കരമായിട്ട് ഓർത്ത് വെക്കുന്ന ഒരു മൊമെൻറ്റാണ്. ഈ പറഞ്ഞ പോലെ അതുല്യ ഈ ഒരു കോഴ്സിലേക്ക് വന്നതിന് ശേഷം പക്ഷേ ഒരുപാട് പെൺകുട്ടികൾ ഈ പറഞ്ഞ പോലെ അതിലൊരു സക്സസ് കണ്ടതിന് ശേഷം ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ബിഗിനിങ് സ്റ്റേജ് എങ്ങനെയാണ്? അവിടെ നിന്ന് എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് എത്തേണ്ടത്? ഇതിൻ്റെ സ്റ്റേജുകൾ എങ്ങനെയാണ് കോഴ്സിൻ്റെ? അതാണ് പറഞ്ഞത്, 18 വയസ്സ് മാത്രം മതി. 18 വയസ്സും പിന്നെ മെഡിക്കൽ കണ്ടീഷൻ, ഇപ്പോൾ ആസ്മ പോലുള്ളവരൊക്കെ മാക്സിമം ഒഴിവാക്കുക. അറ്റാക്ക് ഇഷ്യൂസ് ഉള്ളവർ, പിന്നെ ഹൈ കൊളസ്ട്രോൾ ഉള്ളവർ, അലർജി ഇഷ്യൂസ് ഉള്ളവർ, BP അങ്ങനെയുള്ള മെയിനായിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ ഉള്ളവർ മാക്സിമം അവോയ്ഡ് ചെയ്യുക. വേണ്ട ഇത് ചെയ്യേണ്ട. കാരണം ഞാൻ പറഞ്ഞല്ലോ പോകുന്നതിനല്ല, അണ്ടർ വാട്ടർ പ്രഷറാണ്. ഈ പ്രഷറിലാണ് ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. അതല്ലാതെയുള്ള എല്ലാവർക്കും അങ്ങനെ ഒരു ഏജ് ലിമിറ്റോ ഒന്നും നോക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. വന്നിട്ട് 18 വയസ്സ് കഴിഞ്ഞ് ആർക്കും ഇതൊരു കരിയറാക്കി ഇതാക്കാൻ വേണ്ടി പറ്റും. വെള്ളത്തിനോടും പേടിയുണ്ടാകാൻ പാടില്ല, ഇതൊരു പാഷൻ ആയിരിക്കണം, ഇഷ്ടം ഉണ്ടായിരിക്കണം. പിന്നെ എങ്ങനെയാണ് ഈ ബാച്ച് അങ്ങനെയാണോ അതോ 3 months to 6 months വരെ കോഴ്സ് ഉണ്ട്, ഡ്യൂറേഷൻ വരുന്നുണ്ട്. അതിപ്പോൾ കേരളത്തിലുണ്ട്, ലക്ഷദ്വീപ്, ആൻഡമാൻ, അങ്ങനെ എവിടെയാണെങ്കിലും വേൾഡ് വൈഡ് എവിടെ ഇതിന് ഡൈവ് സെൻറ്റേഴ്സ് ഉണ്ട്. എവിടെയാണോ നിങ്ങൾക്ക് പഠിക്കണം എന്നുള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി പഠിക്കാൻ വേണ്ടി പറ്റും. 3 to 6 months കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരും. സ്കൂബയിലാണെങ്കിൽ, കൊമേഴ്ഷ്യലാണെങ്കിൽ 3 months ആണ് നമ്മുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ആസ് യൂഷ്വൽ എല്ലാവരും ജോലിക്ക് കയറുന്നത് പോലെ തന്നെ. എങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളും? എക്സ്പെൻസ് ഉണ്ട്. ഇപ്പോൾ കൊമേഴ്ഷ്യലാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു 12 ലക്ഷത്തിൻ്റെ അടുത്ത് വരും. സ്കൂബയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാം കൂടിയിട്ട് ഒരു 2 ലക്ഷത്തിൻ്റെ അടുത്ത് വരും തുടങ്ങുമ്പോൾ. അതാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം. അതായത് ഫിനാൻഷ്യലി ഇപ്പോൾ ഇല്ലാത്ത ആളുകളാണ്. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും ഇതുപോലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ. അവർ റെഡിയാണ്, എനിക്കറിയാം, പലരെ അറിയാം. പക്ഷേ എമൗണ്ട് ഒരു പ്രശ്നമായിട്ട് വരും. ഇതിപ്പോൾ നമ്മളൊരു ലോണിന് അപേക്ഷിക്കുക എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പലപ്പോഴും ബാങ്കിൽ പോകുന്ന സമയത്ത് അവർ പറയുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സാണെങ്കിൽ കുഴപ്പമില്ല. അതായത് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ MBBS പോലുള്ളതൊക്കെയാണെങ്കിൽ നമ്മൾ ഇത്ര എമൗണ്ട് തരാം. ഇതിപ്പോൾ ഈ ഒരു കോഴ്സ് പലരും കേട്ടിട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള കോഴ്സുകൾക്കും അല്ലെങ്കിൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കൂടെ കൂടുതൽ സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ കേരളം എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ആണ്. സോ കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ടൂറിസം അതിലുള്ള സ്കോപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചോളം എന്താണ് ഇനി ചെയ്യാൻ പറ്റുകയെന്ന് ചോദിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കോഴ്സുകൾക്ക് ഒരു എമൗണ്ടും കൂടെ അല്ലെങ്കിൽ ഒരു ഫീസും കൂടെ അല്ലെങ്കിൽ ഒരു ഇതിന് വേണ്ടിയിട്ടും ലോണുകൾ കൊടുക്കുക. അതിനുശേഷം അത് നമുക്ക് തിരിച്ചടയ്ക്കാൻ വേണ്ടി പറ്റും. കാരണം ഇത് കഴിഞ്ഞ് ജോലി കിട്ടുന്നു. സോ തിരിച്ചെടുക്കാം. അപ്പോൾ ഒരു ലോൺ ഫെസിലിറ്റിയും കൂടി ഒന്ന് അടിപൊളി വയ്ക്കാം. ഒരുപാട് കുട്ടികൾക്ക് കടന്നു വരാൻ വേണ്ടി പറ്റും. പാഷനായിട്ടുള്ള ആളുകൾക്ക് വരാൻ വേണ്ടി പറ്റും. കുറേ പേരിങ്ങനെ വെറുതെ പൈസ ഉണ്ടായിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ അത് നിർത്തിപ്പോവും. പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റാണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ മാറി നിൽക്കുന്ന കുറേ കുട്ടികളുണ്ടായിരിക്കും.
അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു ലോൺ ഫെസിലിറ്റിയും കൂടെ കൊണ്ടുവരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും ഈ ഒരു മേഖല എന്ന് പറയുന്നത്. ഇപ്പോൾ വീട്ടുകാരൊക്കെ ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ എന്താണ് ഇപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വന്ന് അവരുടെയൊക്കെ അനുഭവം പറയുമ്പോൾ അവരെന്താണ് പറയുന്നത്? ഞാൻ ഡൈവ് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും വിളിച്ചിട്ട് ഫസ്റ്റ് ഡേ മുതലുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തു അവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഇന്ന കാഴ്ചകൾ കണ്ടു. എൻ്റെ ആദ്യം ഞാൻ കഥ പറയേണ്ടത് എൻ്റെ പാരൻസിൻ്റെ അടുത്താണ്. സോ ഞാൻ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അവർക്ക് കാണും. എൻ്റെ അച്ഛൻ ഒരു അറ്റാക്ക് കഴിഞ്ഞു. അപ്പോൾ അച്ഛൻ എനിക്ക് ഡൈവിന് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ കടലിൻ്റെ അടിയിലുള്ള കാഴ്ചകൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. സോ ഫസ്റ്റ് ഷെയർ ചെയ്യുന്നതെല്ലാം വീട്ടുകാരുടെ അടുത്ത് തന്നെയാണ്. അവരതൊരു എന്താ പറയുക ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടി അവർ കേട്ടിരിക്കും. കാരണം വേറൊരു ലോകത്ത് പോയിട്ടുള്ള കഥ ആണല്ലോ പറഞ്ഞു കൊടുക്കുന്നത്. സോ ഇഷ്ടമാണ്, അവർക്ക് ഇഷ്ടമാണ്. പിന്നെ ചേച്ചിയുടെ മക്കളൊക്കെ ഉണ്ട്, ഇവരൊക്കെ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കും. എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ കേട്ടിരിക്കാൻ, കടലിൻ്റെ കഥകൾ കേട്ട്. അതെ, കടലിൻ്റെ കഥകൾ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, നമുക്കും അത് ഇഷ്ടമാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കടലിൻ്റെ കഥകൾ പറയാൻ സാധിക്കട്ടെ. അപ്പോൾ ഒരുപാട് നന്ദി ഇത്രയും സമയം നമ്മളോടൊപ്പം കടലിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചതിന്. അപ്പോൾ ഇനിയും ഒരുപാട് ആഴങ്ങളിലെത്താൻ സാധിക്കട്ടെ, അതിലൂടെ ഒരുപാട് ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ. വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്.